കയ്യിൽ 3 വള മുമ്പ് കണ്ടിട്ടുണ്ടോടി? ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല. 3 വളയില്ലാതെ ഒന്നും നഷ്ടപ്പെട്ടെന്ന് പ്രതിഭ പറയില്ലല്ലോ. പ്രതിഭയുടെ കയ്യിൽ 3 സ്വർണ്ണവല ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. രാവിലത്തെ നടത്തം കഴിഞ്ഞു വന്നപ്പോ എനിക്കും സത്യനും ചായ എന്നത് പ്രതിഭയാ. അപ്പൊ 3 വളകൾ അവളുടെ കയ്യിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ദേ നിൽക്കുന്ന ഒരു സ്വർണ്ണ കൊതിയൻ. അവളുടെ ഭർത്താവിന് ഉറപ്പില്ല, നിനക്കുറപ്പുണ്ട്. നോട്ടോട്ട് വെച്ചേക്കുവാ. മായാവിയായിട്ട് വന്നെടുക്കാനുള്ള വല്ല പ്രയോഗവും പഠിച്ചു വെച്ചിട്ടുണ്ടോടാ മരുമോനെ നീ? ദേ അമ്മേ, വെറുതെ എന്റെ ഭർത്താവിനെ കുറിച്ച് വേണ്ടാതിനം പറയരുത്. എന്റെ ദൈവമേ, ആ സമയത്ത് ശ്യാമേട്ടൻ ഇവിടെ ഇല്ലാതിരുന്നത് എന്റെ ഭാഗ്യം. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. പ്രതിഭയുടെ കയ്യിലുണ്ടായിരുന്ന 3 വളകളില് ഒരെണ്ണം അവിടെ നേരത്തെ എവിടെയെങ്കിലും ഊരി വെച്ചിട്ടുണ്ടെങ്കിലോ? അല്ല, ജോലിക്കിടയിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കണമെന്നില്ലല്ലോ. പ്രതിഭ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഒരു വിധത്തിലും നിന്റെ ആഭരണം നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അവക്ക് ആലോചിക്കാനൊന്നും ഇല്ല ഇന്ദ്ര. അതെവിടെയുണ്ടെന്ന് അവക്കും അറിയാം. 2 ദിവസം കഴിയുമ്പോ അവൾ അതെടുത്ത് അവളുടെ അച്ഛനും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ആവശ്യമില്ലാത്തതോ? ഞാൻ പറയുന്നതാണ് സത്യമെന്ന് അവളുടെ പെട്ടിയും പ്രമാണവും കുടഞ്ഞിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവൂ ഇന്ദ്ര. സുധന്റെ മോളല്ലേ ഇവള്. കല്യാണം കഴിഞ്ഞ് ഇവളുടെ അച്ഛൻ എന്റെ കൊണ്ടു തന്ന ആഭരണം പിറ്റേൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് സത്യനെ കൊണ്ട് തിരിച്ചു വാങ്ങിപ്പിച്ചവളാ ഇവള്. സത്യത്തിൽ ആ ആഭരണങ്ങളൊക്കെ ഒറിജിനൽ സ്വർണ്ണമാണോന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. സത്യേട്ടാ, അമ്മയുടെ സംശയങ്ങളെല്ലാം ഇപ്പൊ തന്നെ തീർത്തു കൊടുക്കണം. ആദ്യം കാണാതായ വള ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേ. അതിനുശേഷം എന്റെ വീട്ടുകാര് കല്യാണത്തിന് എനിക്ക് തന്ന ആഭരണങ്ങൾ ഒറിജിനൽ ആണോന്ന് പരിശോധിക്കേ. എന്താടാ, നീ അതിന് തയ്യാറാണോ? ആണോന്ന് പരിശോധിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ പരിശോധിക്കുമ്പോ പ്രതിഭയെ മാത്രമായിട്ട് പരിശോധിക്കാൻ പറ്റില്ല. ഇവളുടെ മുറിയിൽ നിന്ന് വള നഷ്ടപ്പെട്ടപ്പോ ഇവിടെ ഉണ്ടായിരുന്നവരെ കൂടി പരിശോധിക്കണം. സത്യ, നീ എന്താടാ നമ്മുടെ അമ്മയും സോനയും കള്ളികളാക്കാൻ നോക്കണോ? ഇവർക്ക് നിന്റെ ഭാര്യയുടെ സ്വർണ്ണവള മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭാര്യയ്ക്ക് സ്വർണം നഷ്ടപ്പെട്ടെന്ന് കള്ളം പറയേണ്ട കാര്യമില്ല. പരിശോധിക്കുന്നെങ്കിൽ എല്ലാവരെയും പരിശോധിക്കണം. ആ അതെ, നീതി ന്യായമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. ഡി, നിന്നെ പരിശോധിക്കുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടോ സോനെ? എനിക്ക് ഒരു എതിർപ്പുമില്ല. ഇപ്പൊ തന്നെ പരിശോധിച്ചു. മുറിയിലും കയറി നോക്കിക്കോ. അമ്മയ്ക്ക് പരിശോധനയിൽ പേടിയുണ്ടോ? എന്നെ ആദ്യം പരിശോധിക്കട്ടെടി. പക്ഷെ അതോടെ എല്ലാം തീരും. സ്വന്തം അമ്മയെ കള്ളിയാക്കാൻ പരിശോധിക്കണോടാ നിനക്ക്? ആര്? അവനാ? അവൻ ചെറുവിരൽ അനക്കൂല അമ്മയ്ക്ക് നേരെ. ഇതേ അമ്മയുടെ പേരിൽ ഞാൻ ഉണ്ടാക്കി വീടാ, അമ്മയുടെ വീട്. ഇവിടെ ആരും അമ്മയ്ക്ക് കള്ളപ്പേരുണ്ടാക്കാൻ നോക്കണ്ട. അതിന് ശ്രമിക്കുന്നത് ആരായാലും അവരുടെ സ്ഥാനം ഈ വീടിന്റെ പുറത്താ. പറഞ്ഞില്ലെന്ന് വേണ്ട. മാറങ്ങോട്ട്. തുരുത്ത് തന്നെയാണ് അവരുടെ സങ്കേതമെന്ന് ശബരി ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തിറക്കാനുള്ള ധൈര്യം ജീവൻ രാജനും മഞ്ചാടിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് വേണം കരുതാൻ. അവരവിടെ നിന്ന് പുറത്തു വന്നാലും ജീവൻ രാജന്റെ വീട്ടുകാർ അവരെ വീട്ടിൽ കയറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നു. തുരുത്തില് പേടിക്കാനൊന്നും ഇല്ലാത്തോണ്ട് കുറച്ചുനാൾ അവിടെ തന്നെ കൂടാന്ന് കരുതി കാണും രണ്ടുപേരും. നമുക്കാർക്കും അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കാനും പറ്റില്ലല്ലോ. താലികെട്ട് നടന്നില്ലെങ്കിലും അമ്പലത്തിൽ വെച്ച് മാല ചാർത്തിയത് കൊണ്ട് അവരെ സംബന്ധിച്ച് ഇന്ന് അവരുടെ വിവാഹരാത്രിയാ. ഇനിയെങ്കിലും അച്ഛനെ ഇക്കാര്യം അറിയിക്കണ്ടേ അങ്കിളെ? ഇന്നലെ തന്നെ രഘുവേട്ടനെല്ലാം അച്ഛനെ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു.
അമ്പലവുമായി ബന്ധപ്പെട്ട ചടങ്ങ് കഴിയുന്നവരെ അച്ഛനെ ഒന്നും അറിയിക്കേണ്ടെന്ന് അമ്പിളി ചേച്ചി പറഞ്ഞുകൊണ്ടല്ലേ ദേ. ഇനിയെങ്കിലും അച്ഛനെ എല്ലാം അറിയിക്കണം. ഇനി നമുക്കായിട്ടൊന്നും ചെയ്യാനില്ല. അതിനുള്ള സമയം ഇന്നത്തോടെ കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ അച്ഛൻ തീരുമാനിക്കട്ടെ. അതെ അങ്ങളെ, അച്ഛൻ ഇപ്പോഴും തൻ്റെ മകളെ ജീവൻ രാജ് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റും. അവർ ആ തുരുത്തിലുണ്ടെന്നറിഞ്ഞാൽ പോലീസ് അവിടെ ചെന്ന് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. ഇപ്പോഴും അച്ഛൻ തീരുമാനിച്ച നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലാത്ത ജീവൻ രാജനെയും മഞ്ചാടിയെയും വേർപിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കി ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച എല്ലാം ഒന്ന് തുറന്നു പറയാങ്ങളെ. അത് വേണ്ട മോളെ. ഈ രാത്രിയിൽ എല്ലാം കൂടി വിളിച്ച് പറയുന്നത് റിസ്ക്കാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞേ രഘു അമ്പടയും കൂടി രാവിലെ അണ്ണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാം വിശദമായിട്ട് അണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കാം. അതായിരിക്കും നല്ലത്. അത് അങ്കിള് പറഞ്ഞതാ ശരി. അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയുമ്പോ നമ്മളെല്ലാവരും അച്ഛൻ്റെ അടുത്തുണ്ടാവണം. എങ്കിലേ അച്ഛൻ തളർന്നു പോവാതിരിക്കുള്ളൂ. എങ്കിൽ അങ്കിള് രഘുവേട്ടനെ വിളിച്ചപ്പോ തന്നെ സംസാരിക്കും. ഇനി മറിച്ചൊരാലോചന വേണ്ട അങ്കിളെ. ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. വിനയ വാ, നമുക്ക് പുറത്തുനിന്ന് വിളിക്കാം.